തോമസ് ജോൺ കെ വേരത്ത്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ദൈവജനം, നമ്മുടെ പുതിയ ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായ ഒരു ദിവസത്തിനാണ് നിങ്ങളെ സാക്ഷ്യം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട തോമസ് ജോൺ സാറ് ഇവിടെ അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് പ്രാരംഭമായിട്ട് പറഞ്ഞു തന്നു. 1930 മാറിവാണിസ്വരി വേണ്ടി പുനരയിക്കപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കുവാനും പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് അവരെ സ്വീകരിക്കുന്നതിനുമായിട്ട് ഇവിടെ എത്തിയിട്ട് 83 വർഷങ്ങൾ, 83 അല്ല 84ലേക്ക് പ്രവേശിക്കണം. 2014 വാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഓർക്കുക. കല്ലുമണിയുള്ള പള്ളിയിലെ അന്ന് വിശുദ്ധ കുർബാന ചൊല്ലുന്നതിന് അദ്ദേഹത്തിന് സാധിക്കാഞ്ഞതുകൊണ്ട് മേടയിൽ പണിക്കൽ വീട്ടിൽ തന്നെയാണ് അന്ന് അദ്ദേഹം വിശുദ്ധ കുർബാന ചൊല്ലിയത്. പൂർവ്വത്തിൽ പറഞ്ഞാൽ ചരിത്രത്തിലെ ഒരു യാദൃച്ഛിക സംഭവമായിട്ട് മാറിയ ആ വിശുദ്ധ കുർബാന ഇന്ന് ചരിത്രത്തിന്റെ ഭാഗം ആവുകയാണ്. കാരണം ഈ ഇടവക ദേവാലയത്തിന്റെ ഭാഗത്തിലുള്ള സ്ഥാപനം ആ വിശുദ്ധ കുർബാനയോടുകൂടി നടത്തിയ ഈ പുതിയ രാവിലെ അദ്ദേഹം പിന്നീട് കത്തോലിക്ക സഭയിലെ ഒരു അംഗം, ഒരു പുരോഹിത ശ്രേഷ്ഠൻ, ആചാര്യൻ എന്ന നിലയിൽ യുവദാസൻ മാറിവാണിസ്വരി ആദ്യമായിട്ട് അന്ന് കുർബാന ചൊല്ലുമ്പോൾ ഒരുപക്ഷെ കല്ലുകൊണ്ടും മണ്ഡം കൊണ്ടും തന്നെ ഒരു ദേവാലയം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും ആ വിശുദ്ധ കുർബാന ഇവിടെയുള്ള ഇടവക സമൂഹത്തിന്റെ ആദ്യത്തെ ആരാധനയായിട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണല്ലോ ചരിത്ര സത്യം. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 53 വർഷങ്ങൾ കഴിയുന്ന ഒരു മനോഹരമായ മുഹൂർത്തത്തില് പുതിയ കാവിൽ പുതുക്കി പണിത ദേവാലയത്തിന്റെ 100 കർമ്മം, പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. നമ്മുടെ നാടിന്റെ പാരമ്പര്യം അനുസരിച്ച് 53 വർഷമൊക്കെ ആകുമ്പോൾ അതിന് ശതാഭിഷിക്തമാവുക എന്നാണ് പറയുക. അതിന്റെ അർത്ഥം 1000 പൂർണ്ണചന്ദ്രന്മാർക്ക് സാക്ഷ്യം വഹിച്ചു ആ ചരിത്രമെന്നാണ്. യാദൃശ്ചികമായിട്ടാണെങ്കിൽ തന്നെയും ഒരുപക്ഷെ ഈ ദേവാലയം ഇന്ന് ഇവിടെ നൂതന കൂടാശ ചെയ്യപ്പെട്ട് ദൈവത്തിന് സഭയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ പുതിയ കാവിലെ ആ വലിയ മനോഹരമായ ചരിത്ര സംഭവം അതിന് ശതാഭിഷിക്തത്തിന്റെ നിറവുണ്ട്, പൂർണ്ണതയുണ്ട്. 1000 പൂർണ്ണചന്ദ്രന്മാര് ആ ചരിത്ര സത്യത്തിന് സാക്ഷ്യവും മുഴുവൻ നേടി. ഒരുപക്ഷെ നമ്മൾ അത് അറിഞ്ഞുകൊണ്ടായിരിക്കുകയില്ല ഒരുപക്ഷെ ഈ വർഷം ഇന്ന് ദേവാലയ കൂടാശ നമ്മൾ ക്രമീകരിച്ചത് എങ്കിലും അത് അപ്രകാരം ആയിത്തീരുകയാണ്. നമ്മുടെ സഭയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കാർഡിനൽ ടിസറിന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ വാക്യം: I love your church because I know your history. ടിസറിന്റെ തിരുമേനി പറഞ്ഞ ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം എനിക്ക് അതിന്റെ ചരിത്രം അറിയാം. മാറിവാണിയോസ് തിരുമേനിയെയും ഉരയ്ക്ക പ്രസ്ഥാനത്തെയും നമ്മുടെ സഭയെയുമൊക്കെ നാം സ്നേഹിക്കണം എങ്കിൽ ഇന്നും നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാസ്തവത്തില് ഒരു ചരിത്ര ബോധമാണ്. പുതിയകാലമുള്ള ഈ ഇടവകയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇടവകയുടെ പ്രാധാന്യം, ചരിത്രത്തിൽ അതിനുള്ള മഹത്തായ സ്ഥാനം, നിങ്ങൾ നൽകുവാൻ കടപ്പെട്ടിട്ടുള്ള ആ വലിയ ആത്മീയമായ സംഭാവന, അതിനെക്കുറിച്ചൊക്കെ അവബോധം ഉണ്ടാവണം എങ്കിൽ ഒരുപക്ഷെ മറ്റ് ഇടവകകളുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ധാർമ്മികമായ ബാധ്യത, ഒരു ധാർമ്മികമായ ചുമതല മനങ്കര സഭയുടെ അതിന്റെ നാളുകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉണ്ട്. അത് തിരിച്ചറിയുന്നതിന് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ദേവാലയ കൂടാശയും പ്രതിഷ്ഠാ കർമ്മവുമൊക്കെ കൂടുതൽ അർത്ഥപൂർണമാകും. ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടമാണ് വാസ്തു നമ്മൾ ജീവിക്കുന്നത്. നാം ഒരുപാട് ആഘോഷങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ സഭ തന്നെ ഒരു ആഘോഷത്തിന്റെ സഭയാണെന്ന് പറയാറുണ്ട്. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങനെ വീണ് കിട്ടും ആഘോഷിക്കാൻ. ഇപ്പോൾ തന്നെ നമ്മുടെ അഭിമന്യ
പൗരിക ബാബ തിരുമനസ് KCDC-യുടെ പ്രസിഡന്റായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഒരു ആഘോഷത്തിനുള്ള വഴിയാണ്. ആഘോഷത്തിന്റെ മുകളിൽ ആഘോഷമായിട്ട് മാറുകയാണ്. പക്ഷെ ആഘോഷങ്ങൾക്ക് അതിന്റെ ദൈവാനുഗ്രഹത്തിന്റെ അഭിഷേകം ഉണ്ടാകുന്നത് അതിന്റെ ചൈതന്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്. അല്ലെങ്കിൽ മുമ്പേ കേട്ട പടക്കം പൊട്ടിത്തീരുന്നത് പോലെ അതങ്ങ് പൊട്ടിത്തീരും. പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിതറിയ കുറച്ച് ഓല കഷ്ണങ്ങളും കടലാസുമാണ്. നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെ ചിതറിപ്പോയ ഒരു തിരിശേഷിപ്പാകരുത്. നമ്മുടെ ഹൃദയത്തില് നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ടൊക്കെ മാറുന്ന ചില ദർശനങ്ങള്, ജീവിത മൂല്യങ്ങള്, ആത്മീയമായ ചില കരുത്തുറ്റ നിലപാടുകൾ ഒക്കെയാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഏതാനും നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ആഘോഷത്തിന്റെ പ്രസക്തി, അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വിസ്മരിക്കപ്പെടും. അതിന് ഭാഗമായിട്ട് മനോഹരമായിട്ട് അനുകരിക്കപ്പെട്ട ഈ ദേവാലയം പോലും ഒരുപക്ഷെ വൃത്തിയും എടുക്കുമില്ലാത്ത രീതിയിൽ ആയിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാർഡിനൽ സിസറന്റ് പറഞ്ഞ, പ്രസിദ്ധനായ പിതാവ് പറഞ്ഞ ആ മഹത്തായ വാക്യത്തെ മനസ്സിൽ നമ്മൾ കുടിയിരുത്തണം. ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ യുവർ ഹിസ്റ്ററി. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം എനിക്കതിന്റെ ചരിത്രം അറിയാം. പാശ്ചാത്യ രാജ്യത്തെ ജനിച്ചു വളർന്ന് അവിടുത്തെ ലത്തീൻ സമുദായത്തിന്റെ അംഗമായിട്ട് വളർന്ന് വിദേശിയായ ഒരു ബിഷപ്പ് നമ്മുടെ സഭയുടെ നേർക്ക് വളരെ അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും മലങ്കര സഭയിൽ ബദനിയാസനത്തെ എനിക്കറിയാം, ബദനിയാസനത്തിന് പോലും ധാരാളം സഹായങ്ങൾ വ്യക്തിപരമായിട്ട് ഇടപെട്ട് അദ്ദേഹം ചെയ്യുക, എന്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്ത പിതാവ്. ആ പിതാവ് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ വഴിവിട്ട ഏരിയയിൽ പോലും കടന്നു വന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണമായിട്ട് അദ്ദേഹം ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ സഭയുടെ ചരിത്രം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സഭയെ വല്ലാണ്ട് സ്നേഹിച്ചു പോകുന്നു എന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഭ നമ്മുടെ ജീവിതത്തിന്റെ ഞായറാഴ്ചകളിലെ 1-2 മണിക്കൂറുകൾക്കുള്ളിലായിട്ട് ഒതുങ്ങി പോകുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ചരിത്ര അവബോധം ഇല്ലാത്തതാണ്. കലണ്ടറിട്ട എന്ന് പറഞ്ഞ കവി കൊണ്ട് പറഞ്ഞ പോലെ, നിങ്ങൾ ഓർക്കണം നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. നമുക്ക് ഇപ്രകാരം ആയി തീർന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഓർക്കണം. ആ ഓർമ്മകളാണ് മുൻപോട്ട് പോകുവാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് നമ്മൾ അറിയുക. ഈ ഒഴുക്കിനെ ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യബോധം ഉള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ ചരിത്രബോധമാണ്. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാ പ്രവാചകന് 51-ാമത്തെ അധ്യായത്തിന് നമ്മുടെ ആരംഭ വാക്യത്തിൽ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിലെ രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകന് പറയുന്നുണ്ട്. നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത പാറയിലേക്കും നിങ്ങൾ തിരികെ നോക്കണം. അങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കുവാനുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളെ വെട്ടിയെടുത്ത പാറ എന്ന് പറയുന്നത് മാറിമാനിയുടെ കരുത്തുറ്റ ദർശനമാണ്. നമ്മളെ കുഴിച്ചെടുത്ത ഖനിഗർഭം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആഴമുള്ള ആത്മീയതയാണ്. ഈ ഉറവിടങ്ങളിലേക്ക് നാം തിരികെ നോക്കുന്നില്ല എങ്കിൽ, ഈ ഉറവിടങ്ങൾ നമുക്ക് അന്യമായി പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് രക്ഷ, സഭാമക്കൾ എന്ന രീതിയിൽ നമ്മൾ പിന്നെ രക്ഷപ്പെടില്ല എന്നാണ് വിശുദ്ധ വചനം സാക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവ് എത്ര ചെറുതായിരുന്നാൽ പോലും അതിന് ഒരു പ്രസക്തിയുള്ളത്. മാറിയോനിയുടെ ജീവിത ദർശനവും വിവേകവും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്താ വിഷയം. മാറിയോനി എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ നമ്മളെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാലഗണന മുൻഗണന ക്രമത്തിൽ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ ദർശനമാണ്. ഈ ദർശനത്തിൽ കൂടെ തന്നെ ആണ് നാം അദ്ദേഹത്തിന്റെ ചരിത്രത്തെ മനസ്സിലാക്കേണ്ടത്. വളരെ സവിശേഷമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പുസ്തകമാണ്
മാറിയോഹാനസ് തിരുമേനിയുടെ ആത്മകഥ അല്ലെങ്കിൽ ഗിരിദീപം എന്ന പേരിൽ അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നു. ലോകത്തിൽ ഇങ്ങനെ ധാരാളം ആത്മകഥകൾ പലരും എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ ആത്മകഥകളിലൂടെ പോകുമ്പം സ്വന്തം ജീവിതത്തിന്റെ നാൾവഴികളാണ്, ഒരു ക്രോണിക്കളാണ് നമ്മൾ എല്ലാവരുടെയും ആത്മകഥയിലെ കാണുന്നതെങ്കിൽ മാറിയോഹാനസ് തിരുമേനിയുടെ ഈ ആത്മകഥ ലോകമെമ്പാടും എഴുതപ്പെട്ടിട്ടുള്ള മറ്റ് ആത്മകഥകളിൽ നിന്ന്, ഓട്ടോബയോഗ്രഫികളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിന് എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തം ജീവിതത്തിന്റെ വർണ്ണനകൾ വളരെ കുറവാണ്. സ്വന്തം ജീവിതത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ പറച്ചിലുകളെല്ലാം തന്നെ താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കാണുക എന്നുള്ളതാണ്. അപ്പോൾ മാറിയോഹാനസ് തിരുമേനിയുടെ ഈ ആത്മകഥ എന്ന് പറയുന്നത് മലങ്കര സഭയുടെ ആത്മകഥയായി മാറുകയാണ്, രജനിയുടെ സന്യാസത്തിന്റെ ആത്മകഥയായിട്ട് മാറുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. മലങ്കരയുടെ ഒരു മകൻ എന്ന നിലയിൽ സ്വന്തം ജീവിതത്തെ താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായത്തിൽ നിന്ന്, സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയപ്പോൾ സ്വന്തം സഭയുടെ ചരിത്രമായിട്ട് അത് മാറിപ്പോയി എന്ന് മാറിയോഹാനസ് തിരുമേനിയോട് അറിഞ്ഞതാണില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ എന്റെ ആത്മകഥയാണ്. പക്ഷെ ആത്മകഥ എഴുതി തുടങ്ങിയപ്പോൾ അത് സഭാ ചരിത്രമായി മാറിപ്പോയെങ്കിൽ എന്തുമാത്രം ആഴമുള്ള ഒരു സഭാ സ്നേഹമായിരുന്നു മാറിയോഹാനസ് പിതാവിൻ്റെതെന്ന് നമ്മൾ അറിയണം. ഒരുപക്ഷെ അതിന്റെ ആമുഖമായിട്ട് അദ്ദേഹം ഗിരിദീപത്തിന്റെ ആദ്യത്തെ വാചകം ഞാനൊന്ന് വായിക്കാം. ആമുഖമായിട്ട് അദ്ദേഹം പറയുന്ന ഭാഗം ഇതാണ്. അതിന്റെ ആദ്യത്തെ വചനം ശ്രദ്ധിക്കാം. സന്യാസപരമായ ജീവിതത്തിൽ നമുക്ക് ബാല്യകാലം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും സാമുദായികവും വ്യക്തിപരവുമായ ആത്മോത്കർഷത്തിന്റെ നിദാനം യഥാർത്ഥ ദൈവഭക്തി മാത്രമാണെന്ന് ഗ്രഹിച്ച് ഏതൊരു കാര്യത്തിനും ഒരു സന്യാസ സമൂഹം രൂപീകരിച്ചേ മതിയാവൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ മുന്നോട്ട് ആഞ്ഞു വലിക്കാൻ തുടങ്ങിയത് നാം സറാംപൂർ കോളേജിൽ പ്രൊഫസറായിരുന്നപ്പോഴാണ് എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തന്റെ ആത്മകഥ അദ്ദേഹം ആരംഭിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്. നമ്മളൊക്കെ നമ്മുടെ ആത്മകഥ എഴുതിയാൽ നമ്മൾ എങ്ങനെയാണ് എഴുതി തുടങ്ങുക? എന്റെ പേരിൻ്റെതാണ്, ഞാൻ ഇന്ന വീട്ടുകാരനാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു, പിന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കുറച്ച് കീർവാണമൊക്കെ നമ്മൾ അടിക്കുമല്ലേ. അപ്പം തന്നെ പുസ്തകം വായിക്കുന്നവർ അത് മടക്കി വെക്കും. കാരണം എന്താ? ഇയാളുടെ ആത്മപ്രശംസ നടത്തുന്നു. ഇതെങ്ങനെ താങ്ങും? കുറെ പൊങ്ങച്ചം പറച്ചിലായിട്ട് ഒട്ടുമിക്കവാറും എല്ലാ ആത്മകഥകളും ഡോൺ ബ്ലോ യുവർ ഓൺ ട്രംപറ്റ് എനിക്ക് അതിലേക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നിട്ട് ചൂടായി, എന്റെ ട്രംപറ്റ് ഞാൻ ഊതിയില്ല, പിന്നെ താൻ വന്ന് ഊതുവന്നു. അപ്പോൾ ഓരോരുത്തരും മത്സരിച്ച് സ്വന്തം കാഹളങ്ങൾ ഊറുകയും സ്വന്തം പേരിലെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും സ്വന്തം കാര്യങ്ങൾ വെറുതാക്കി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ തന്റെ ആത്മകഥ എഴുതുമ്പോൾ ദൈവഭക്തിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടൊരു സന്യാസ സമൂഹം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു, അതിന് നിദാനമായ സംഭവം എന്താണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരാണെന്ന് പോലും സ്വന്തം വീട്ടുപേരെന്താണെന്ന് പോലും പറയാൻ അദ്ദേഹം ഒരുപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇതാണ് ഈ ഗിരിദീപം എന്ന് പറയുന്ന ആത്മകഥയെ വളരെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷെ അതിന്റെ പ്രാരംഭത്തിൽ തന്നെ ആ ദർശനത്തിന്റെ ആക്കം എന്നോട്ടാണ്, അതിന്റെ ആവേഗം എന്നോട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആത്മീയത തുളുമ്പി നിൽക്കുന്ന ഒരു ചൈതന്യം ചെറുപ്പം മുതൽ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തനിക്കുണ്ടായിരുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സന്യാസമാണ് എന്റെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് മാറിയോഹാനസ് തിരുമേനി ജീവിതം കഥ പറയാൻ ആരംഭിക്കുക. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം അത് മലങ്കര സഭ ഒരു ചർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മാറിയോഹാനസ് തിരുമേനിയുടെ ആത്മകഥ എന്ത് ചെയ്യും? മാറിയോഹാനസ് തിരുമേനിയുടെ ജീവിതത്തെ പറ്റിയുള്ള പ്രസ്താവന നമ്മൾ വേറെ പുസ്തകം വായിക്കേണ്ടി വരും. അത് ഇന്ത്യക്കിലോളിയത്തിന് എഴുതിയ ആർച്ച് ബിഷപ്പ് മാറിയോഹാനസ് എന്ന് പറയുന്ന ജീവിതചരിത്രം വായിക്കേണ്ടി വരും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ ആത്മകഥയാണ്. ഇതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കും. സ്വന്തം ആത്മകഥയായിട്ട് ഈ പിതാവ് കണ്ടെത്തിയത് തന്റെ സഭയുടെ ജീവിതത്തെയാണ്. നമുക്കൊക്കെ ഈ അന്യമായി പോകുന്നതും അത് തന്നെയാണ്. നമുക്ക് നേരെ തിരിച്ചാണ്. നമുക്ക് സഭ എന്താണ്? ചിന്തിച്ചു നോക്കി. നമുക്കെന്താണ് സഭ? നമുക്കെന്താണ് ഇടവക?
എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകാൻ പറ്റുന്ന ഒരു തട്ടകം, എനിക്കിതിനെ വേറൊന്ന് പ്രസംഗിക്കാനും ഷൈൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു തട്ടകം, എന്റെ കുടുംബത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടകം, എനിക്ക് എന്റെ മക്കൾക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ തരാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ജോലി തരാൻ പറ്റുന്ന, ചില സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉറവിടം എന്ന രീതിയിൽ മാറിയോണ തിരുമേനിയുടെ മക്കളായ നമ്മൾ പോലും അധപ്പതിക്കുന്നുണ്ട് പലപ്പോഴും. എല്ലാവരെയും കുറിച്ച് എങ്കിലും എപ്പോഴുള്ള ഭാവം അതായിട്ട് വളർന്നു വരിക. അപ്പോൾ ഒരു ജോലി തരാൻ പറ്റാത്ത, ഒരു സ്കൂളിലെങ്കിലും അഡ്മിഷൻ തരാൻ പറ്റാത്ത ഒരു സഭയെ ആർക്ക് വേണം? യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവം നോക്കുക. ഒരാഴ്ചക്കുള്ളിൽ 2 അനുഭവങ്ങൾ ഈശോയ്ക്കുണ്ടായി. ഒന്ന്, ഓശാന ഓശാന എന്നുള്ള വിളിയാണ്. ഇവൻ രാജാവാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ സർവ പ്രതാപത്തോടും കൂടി ജെറുസലേമിലേക്ക് വന്ന ഒരു ഈശോയ്ക്ക് കുരുത്തോലകളെടുത്ത് നമ്മുടെ വസ്ത്രങ്ങൾ വഴികളിൽ വിരിച്ചു കൊടുത്ത് ആവേശപൂർവ്വം ഓശാന വിളിച്ച എത്രയോ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതേ ജനസമൂഹം തന്നെ വെറും 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. കാരണം ഇപ്പോൾ അവൻ പ്രതാപവാനായിട്ടല്ല വരുന്നത്, സഹനത്തിന്റെ പുത്രനായിട്ടാണ്. ആ യേശുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു. ഇതാണ് വാസ്തവത്തില് സഭയുടെ ജീവിതവും മാറിയോനസ് തിരുമേനിയുടെ ജീവിതവും. ആരെയാണ് നമുക്ക് ആവശ്യം? ഓശാന പാടാൻ കൊള്ളാവുന്ന ഒരാളെയാണോ, ക്രൂശിക്കപ്പെടാൻ കൊണ്ടുപോകുന്ന ഒരാളെയാണോ നമ്മൾക്ക് ആവശ്യം? ഏത് തരത്തിലുള്ള സഭയാണ് നമ്മൾക്ക് ആവശ്യം? ഒരു സഹന സഭയെ, കുറവുകളുള്ള കുറ്റപ്പെടുത്തലുകൾ ഏൽക്കുന്ന ഒരു സഭയെ നമുക്ക് ആവശ്യമുണ്ടോ? അതോ ആഘോഷങ്ങൾ മാത്രം തുളുകി നിൽക്കുന്ന ഒരു സഭയാണോ നമുക്ക് ഇന്നിന്റെ ആവശ്യം? ആത്മ ചിന്തയ്ക്ക് വേണ്ടി ആത്മശോധനാപരമായിട്ട് ഈ ഒരു കാര്യം ഞാൻ ആരംഭത്തിൽ ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ തുടർന്ന് ചിന്തിക്കുക. നമ്മുടെ സഭയുടെ ഗതി നിർണയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. മാറിയോനസ് തിരുമേനിയുടെ ഈ ഗിരിദീപം എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ മനസ്സിൽ നിന്ന് വായിക്കും. കുറഞ്ഞ പക്ഷം പുതിയ കാലത്തുള്ള ആൾക്കാരെങ്കിലും ഒന്ന് വായിക്കും. കാരണം അത് നിങ്ങളുടെ ചരിത്ര ബോധത്തെ ബലപ്പെടുത്തും. ഈ ഇടവക ഇപ്പം പുതുതായിട്ട് പണിതിരിക്കുന്ന ഈ പള്ളി ഒരു 10-20 വർഷം കഴിയുമ്പം വെട്ടിപ്പായിട്ട് ഇതേ വെടിപ്പിൽ കാണണമെങ്കിൽ അതിനോട് കൂടെ ഉണ്ടാവണം എന്റേതെന്ന് പറയാനുള്ള ഒരു ആവേശം. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രാവബോധം ഉണ്ടാകണം. അതിനെന്നെ ഞാൻ പറഞ്ഞത് ഗിരിദീപമെങ്കിലും നിങ്ങൾ വായിക്കണം. അതുകൊണ്ട് ഗിരിദീപത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മാറിയോനസ് തിരുമേനിയുടെ ദർശനങ്ങളിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുക. അദ്ദേഹം പറയുന്നു, സന്യാസം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവേശമായിട്ട് നിന്നത്. എങ്കിലും അതിലേക്കൊന്ന് പ്രവേശിക്കുന്നതിന് അദ്ദേഹം 30-32 വയസ്സ് വരെ 32 വയസ്സ് വരെയെങ്കിലും അദ്ദേഹം കാത്തിരിക്കേണ്ടതായിട്ട് വന്ന ചരിത്രം പറയുന്നു. എന്താണ് അതിന്റെ കാര്യം? ഒരു ആലോചനയുടെ ചരിത്രം ആരംഭിക്കും. നമുക്കറിയാം, അദ്ദേഹം ഈ നാട്ടിൽ ജനിച്ച വ്യക്തിയാണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് പുണ്യഭൂമിയാണ്. നാം ശ്വസിക്കുന്ന ഈ വായു വിശുദ്ധമാണ്. കാരണം അതുപോലെ ഒരു വിശുദ്ധനായ മനുഷ്യന്റെ കാലടികൾ പതിഞ്ഞ മണ്ണിലാണ് നാം നിൽക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ആരംഭിച്ച ആ ഒഴുക്ക് ഒരുപക്ഷെ തിരികെ വരുന്ന പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. 1931 അദ്ദേഹം ഇവിടെ വന്ന് വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഒരു ഭ്രമണം പൂർത്തിയാക്കപ്പെടുകയാണ്. അതിന്റെ ശതാഭിഷിക്ത മുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് സന്തോഷത്തോടെ നമുക്ക് ഓർക്കാം. അദ്ദേഹം കോട്ടയത്ത് പോകുന്നു, പിന്നെ മദ്രാസിൽ പോകുന്നു, പഠിച്ച് അങ്ങനെ ചമ്മാശലൊക്കെ ആയിട്ട് അദ്ദേഹം വരുമ്പോൾ 1911 അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകും. അത് തുടക്കമാണ് നമ്മുടെ നാട്ടിൽ പോലുമല്ല, ഇംഗ്ലണ്ടിന്റെ വടക്കേറ്റ് പറയുന്നത് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന നാട്ടിലാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് സത്യം. 1911 അവിടെ ഒരു അന്തർദേശീയ മിഷൻ കോൺഗ്രസ് നടക്കുകയുണ്ടായി. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലല്ലായിരുന്നു. ലോകത്തിലെ പ്രോട്ടസ്റ്റന്റ് സഭകൾ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ആ മീറ്റിംഗിൽ ക്രിസ്തീയമായ ചിന്തകളും സുവിശേഷ മൂല്യങ്ങളും ലോകമെമ്പാടും പ്രചരിപ്പിക്കണം എന്ന് ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ആ തീരുമാനപ്രകാരം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെ യുവജന സംഘടനകളുടെ ആഭിമുഖ്യത്തില് മിഷൻ കോൺഗ്രസുകൾ നടത്തണമെന്ന് തീരുമാനിച്ചു. ഇന്ത്യയിൽ ആ ചുമതല ഏൽപ്പിച്ചത് അമേരിക്കക്കാരനായ ഒരു ഡോക്ടർ R.J. മോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു മിഷണറിയാണ്, പ്രോട്ടസ്റ്റന്റ് മിഷണറിയാണ്. അദ്ദേഹം 1913 സെറാംപൂരിൽ എത്തി. സെറാംപൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം,
ഇപ്പോൾ നമ്മൾ പറയുന്ന വെസ്റ്റ് ബംഗാൾ അല്ലെ പഴയ ബംഗാളിലാണ്. ബംഗാളിൽ ഇന്ന് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മളിവിടുന്ന് ട്രെയിനിന് പോകുമ്പം ഹൗറ എന്ന് പറയുന്ന സ്ഥലത്താണ്ടങ്ങ് ഹൗറ, കൽക്കട്ട എന്ന 2 നഗരങ്ങൾ, ട്വിൻ സിറ്റീസ് എന്ന്, ഇരട്ട നഗരങ്ങളാണ്. ആ നഗരങ്ങൾക്കിടയിലൂടെ ആണ് ഗംഗയുടെ ഒരു കൈവഴി ഒഴുകുന്നത്. ഗംഗ ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദിയാണ്. ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദിയായതുകൊണ്ട് വേനൽക്കാലത്തും മഴക്കാലത്തും അത് വെള്ളപ്പൊക്കമാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കാരണം എന്താ? മഴക്കാലത്ത് മഴ പെയ്യുന്നുണ്ട്. വേനൽക്കാലത്ത് ഇത്രയും വെള്ളം വരാൻ കാരണം എന്താണ്? ഹിമാലയത്തിലെ മണ്ണെല്ലാം ഉരുകി വരും. അപ്പോഴും വെള്ളപ്പൊക്കമാണ്. കടല് കയറി വരും. വേലിയേറ്റവും വെയിലിറക്കവും കടലിലേതുപോലെ തന്നെയുണ്ട്. പക്ഷെ ഗംഗ അതിന്റെ അടിവാരത്തിൽ വെച്ച് പല കൈവഴികളായിട്ട് അങ്ങ് തിരിഞ്ഞ് ബംഗാളിലേക്കൊക്കെ വരുമ്പോൾ ഹാൽഡി, ഹൂഗ്ലി, രൂപനാരായണ ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നു. എല്ലാം ഗംഗ തന്നെ. ഇത് ഗംഗ നദി ഇക്കരെയാണ് നമ്മൾ ചെന്നിരിക്കുക. അതിന് കുറുകെയാണ് ഹൗറ പാലം ഉണ്ടായിരുന്നത് നമുക്കറിയാം. അക്കരെയാണ് കൽക്കട്ട. ഈ ഹൗറയിൽ നിന്ന് വീണ്ടും നമ്മൾ വടക്കോട്ട് ട്രെയിൻ അരമണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ശ്രീരാംപൂർ എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പണ്ടത് സറാംപൂർ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മാറിമാനസികയുടെ പുസ്തകത്തിൽ സറാംപൂർ എന്ന് പറയുന്ന സ്ഥലവും ഇന്ന് വടക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ ബംഗാളിലെ ശ്രീരാംപൂർ, ശ്രീരാമന്റെ പുരം എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ സ്ഥലം. അതിനുണ്ട് ചരിത്രപരമായ ഒരുപാട് പ്രശസ്തിയുമുണ്ട്. ശ്രീരാംപൂര് സാഹിബിന്റെ വായിൽ കൊള്ളാതെ വന്നതുകൊണ്ടാണ് അവരതിനെ സറാംപൂർ, തിരുവനന്തപുരം എന്നതിന് പറയാൻ പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്ന് പറയും, അല്ലെ കോഴിക്കോട് കാലിക്കട്ടായി എന്ന് പറഞ്ഞ പോലെ സാഹിബിന്റെ വായിൽ കൊള്ളാത്തതൊക്കെ അവന് ഇഷ്ടമുള്ള രീതിയിൽ ആയിരിക്കും. പക്ഷെ സാഹിബന്മാർ പറയുന്നത് അവരൊന്നും ഇന്ത്യ വന്നിട്ട് എടുത്ത് ഞങ്ങളൊക്കെ പാവപ്പെട്ടവരായിരുന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി സർ അയ്യാം പൂവർ എന്നതിന് കൈ നീട്ടി. അപ്പോൾ ഓരോ സറാംപൂർ അങ്ങനെ പറയുന്നത് സാഹിബ് നമ്മളെ കളിയാക്കുന്നുണ്ട്. ഏതായാലും അതിന്റെ സത്യമായാലും നമുക്കറിയാം. അവിടെയുള്ള സാഹിബന്മാരെന്ന് പറഞ്ഞാലും അത് ശ്രീരാംപുരം തന്നെയാണ്. ശ്രീരാമന്റെ പുരം, പിന്നീട് സറാംപൂർ ആയാലും. ഈ സറാംപൂരിൽ പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ഗംഗയുടെ അവിടുത്തെ 2ാമത്തെ കൈവഴിയായ ഈ ഹാൽഡി നദി അതുവഴിയാണ് ഒഴുകുന്നത്. അതും ഇതുപോലെ ഈ ഹൂഗ്ലി നദി പോലെ വളരെ വിശാലമായ നദിയാണ്. പണ്ടൊക്കെ അതിൽ കൂടെ കപ്പലുകൾ പോകുമായിരുന്നു. അവിടെ ഈ കപ്പൽ ചാല് ഉണ്ടാക്കിയിട്ടുണ്ട്. കടലിൽ ഗംഗാട ഉൾക്കടലിൽ അങ്ങോട്ട് കപ്പൽ ചാല് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്ന് ഈ കപ്പൽ കയറി വരും ഈ സറാംപൂർ എന്ന് പറയുന്ന സ്ഥലം വരെ. അതിന്റെ കാരണം ഇത് ഒരു നല്ല ശാദ്വല പ്രദേശമാണ്, പീഠഭൂമിയാണ്. നല്ല വളക്കൂറുള്ള കോട്ടൺ സീലുകളാണ്. അവിടെ ചണം എന്ന് പറയുന്ന ഒരു സസ്യം ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്റിക് ചരടുകളും പ്ലാസ്റ്റിക് കാരി ബാഗുകളും ഒക്കെയാണ് ഉപയോഗിക്കുക. പക്ഷെ ഒരു 10-30 വർഷം മുമ്പ് വരെ 20 വർഷം മുമ്പ് വരെയാണെങ്കിൽ നമ്മൾ ചാക്കുകൾ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പലചരക്കടയിൽ പോയി കഴിഞ്ഞാലും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. എന്തിനാണ്? പത്രത്തില് പഞ്ചസാരയായാലും അരിയായാലും മുളകായാലും പൊതിഞ്ഞിട്ട് ചാക്കയുടെ കൊണ്ട് കെട്ടിക്കൈ തരും അല്ലേ? അപ്പൊ എത്ര ടൺ ചാക്കയുടെ ഒരു ദിവസം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചണം കൊണ്ടുള്ള ചാക്ക് ലോകമെമ്പാടുമുള്ള പാക്കിംഗ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഈ അസംസ്കൃത വസ്തു ഉണ്ടാക്കിയെടുക്കുന്നത് ചണം എന്ന് പറയുന്ന ഒരു 10-12 അടി വരെ പോകുന്നത് ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. ഒറ്റ തണ്ട് പോലെ ഇങ്ങനെ കയറി പോകുന്ന ഒരു ചെടിയാണ്. അത് ഫൈബറാണ്, നല്ല നാരുള്ള ചെടിയാണ്. അതിന്റെ തണ്ട് ചാലത്ത് വരില്ല, ഉണങ്ങി എടുത്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന നൂലുകളാണ് ചണം ഉണ്ടാകുന്നത്. ഈ ചണച്ചെടി അല്ലെങ്കിൽ അത് കൃഷി ചെയ്യുമ്പോൾ ഇത് യൂറോപ്പിലേക്ക് പാക്കിംഗ് മെറ്റീരിയലായിട്ട് കൊണ്ടുപോകാൻ വലിയ കൃഷിയാണ്. സായത്തിന്റെ വലിയ 100,000 ഏക്കറാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ അത് ട്രെയിനിൽ നേരിട്ട് ഷിപ്പിലേക്ക് കയറ്റാനുള്ള സംവിധാനമാണ്. ഞാൻ 1991 ആദ്യമായിട്ട് വെക്കട്ടായി ചെന്ന് താമസം ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 300 ചില്ലവാനം ജൂട്ട് മില്ലുകൾ, ചണമില്ലുകളുണ്ട്. നമ്മുടെ അവിടുത്തെ സർക്കാർ അത് പരിശോധിച്ച് സമരം ചെയ്യുന്നത് 300 കൂട്ടിച്ചു എന്നുള്ളതാണ് സത്യം. നാടിന്റെ പ്രത്യേകത 300 ജൂട്ട് മില്ലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യം അവിടെ ഡച്ചുകാര്, ഡാനിഷ് ചെയ്യുന്നവര് അല്ലെങ്കിൽ അമേരിക്കക്കാരൊക്കെ വന്നിട്ട് ഇംഗ്ലണ്ടുകാർ ധാരാളമായിട്ടുണ്ടായിരുന്നു. അവിടെ ലോ ആംഗ്ലിക്കൻ ചർച്ച് മിഷണറീസ് പ്രകാരം എത്തി. അന്നത്തെ കാലത്ത് നല്ലൊരു ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചെല്ലാമെങ്കിൽ കുറഞ്ഞത് ആ സറാംപൂർ തന്നെ 4 പള്ളികളെങ്കിലും കാണാം. ഒരു വലിയ കത്തീഡ്രൽ പള്ളിയുണ്ട്. അതെല്ലാം ഇപ്പൊ ഇടിഞ്ഞ് വീഴാറായിരിക്കണം, ആരും ഇല്ലാതെ. ഗംഗയുടെ തീരത്ത് മനോഹരമായ പള്ളികളുണ്ട്. ആ മിഷണന്മാർ വന്ന ശേഷം അന്ന് അവർ തുടങ്ങിയ ഒരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് സറാംപൂർ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി.
ആ യൂണിവേഴ്സിറ്റിക്ക് പ്രധാനമായിട്ട് 2 വിങ്ങുകളുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. ഒന്ന്, നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ചരിത്രവും ബയോളജി, സുവോളജി, കണക്കും എല്ലാം പഠിപ്പിക്കുന്ന സാധാരണ യൂണിവേഴ്സിറ്റി. അതിന് ചേർന്ന് ഡിഗ്നിറ്റിക്ക് വേണ്ടി ഉള്ള ഒരു ഫാക്കൽറ്റി ഉണ്ട്. ഡിഗ്നിറ്റിയുടെ ഫാക്കൽറ്റി അവിടെ അച്ഛന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കുന്ന അവിടെയാണ്. നമ്മുടെ സെമിനാരി പോലെയാണ്, പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ മണങ്കര സഭയിലെ നല്ല ഒരു ശതമാനം മെത്രാന്മാരും അതുപോലെ നമ്മുടെ ദേവപ്രസ്തുതാവൊക്കെ അവിടെ പഠിച്ച് ഡിഗ്രി എടുത്തവരാണ്. അവിടെയാണ് ഞാനീ പറഞ്ഞ ഡോക്ടർ ആര്യ മൂട്ടിന്റെ നേതൃത്വത്തിലുള്ള യുവജന സമ്മേളനം നടന്നത് 1912 13 ഇവിടെ സംബന്ധിക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് അവരുടെ ഇൻവിറ്റേഷൻ അയച്ചു. ഇവിടെ നിന്ന് 50 ചെറുപ്പക്കാരാണ് വടശ്ശേരി മാർ ദീവനാശ്വസ് പിതാവിന്റെ നേതൃത്വത്തിൽ അന്ന് സറാംപൂരിലേക്ക് പോകുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ MD സെമിനാരി സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്ന മാർ ഈവാനസിൽ നിന്ന് MAS അല്ലെങ്കിൽ അവർ PT ഗീവറേസിനെ കൊണ്ടുപോയി. കാരണം ഈ വടശ്ശേരി മാർ ദീവനാശ്വസിന്റെ ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ പരിജ്ഞാനം ഇല്ലായിരുന്നുണ്ട്. പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിവർത്തനം ചെയ്യുന്നതിനും ഒരു ദ്വിഭാഷി എന്ന നിലയിലാണ് ഈ കൊച്ചത്തിനെ അന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം സ്റ്റേജിൽ പോയി ഒരുപക്ഷെ മലങ്കരയിലെ അല്ലെ LCVMന്റെ ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മേജർ പാർട്ടിസിപ്പേഷൻ വേണമെങ്കിൽ പറയാം. അങ്ങനെ 50 ചെറുപ്പക്കാർ അന്ന് ഇവിടെ നിന്ന് പോയി. അവരെ തമ്മിൽ വലിയ ദീർഘമായ യാത്രയാണ്. ഒരാഴ്ചയിൽ വന്ന് കൽക്കട്ടയിലെത്താൻ, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് യാത്ര. എങ്കിലും അവിടെ പോയി സംബന്ധിച്ച ചരിത്രങ്ങൾ ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കണ്ടിൻജന്റ് ഒരു സഭയിൽ ഇരുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന്. അവിടെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഈ പ്രസംഗങ്ങളൊക്കെ വിവർത്തനം ചെയ്തപ്പോൾ സായിപ്പന്മാരെ നോക്കിയപ്പം നല്ല 1ാം ക്ലാസ് ഇംഗ്ലീഷ് ഭാഷ, നല്ല സ്വരം, നല്ല പേഴ്സണാലിറ്റി, ഒരു കൊച്ചത്തിൽ നിന്ന് അങ്ങനെ കസറുകയാണ്. അപ്പോൾ ഈ സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ഹൗവൽസ് സായിപ്പിന് ഒരു ബലഹീനതയുണ്ട്. എന്ത് നല്ലത് കണ്ടു കഴിഞ്ഞാലും അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയാണ്. അങ്ങനെയാണ് നമ്മുടെ കോഹനൂർ രക്തം വരെ ഇപ്പൊ ഇംഗ്ലണ്ടിലായിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ ആയിരക്കണക്കിന് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം അന്ന് കാണാൻ. നമ്മളെ ഓടിച്ചോണ്ട് പോയ സാധനം ഇപ്പൊ ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയി കാണണം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നല്ല ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും വ്യുത്പത്തിയും എക്കണോമിക്സ് ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുകയും ചെയ്ത ഈ മഹാനെ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കോളേജിൽ ജോലി ചെയ്യേണ്ട ആളല്ലേ, ഇങ്ങനെ എല്ലായിടത്തും പോയി ജോലി ചെയ്യുന്നത് എന്നായി സാഹിത്യന്റെ ചിന്ത. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ജെ ഹവൽസ് തന്റെ ഇഷ്ടം ഈ MAS എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം പ്രലോഭനമാണ്. ആദ്യം പേഴ്സുവേഷൻ നടന്നത് സാധിച്ചില്ലെങ്കിലും പിന്നെ പറഞ്ഞ എന്താണ്, 1000 രൂപ പ്രതിമാസം ശമ്പളം തന്നേക്കാം. പിന്നെ പരീക്ഷ പേപ്പറിലാണ് നോക്കാമെങ്കിൽ പിന്നീട് 500 രൂപ. അങ്ങനെ പ്രതിമാസം 1500 രൂപ. ഈ തുക വളരെ ഭീമമായ തുകയാണ്. കാരണം MD സെമിനാരി സ്കൂളിൽ അന്ന് ഒരു അധ്യാപകന് കിട്ടുന്നത് 2 രൂപയാണ് ഒരു മാസം. അപ്പൊ ഒരു ചാക്ക് അരിക്ക് പോലും അത്തരം വിലയില്ല. മാത്രമല്ല ഈ 2 രൂപ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പാരിന്റെ കടക്കടയിലാണ് അന്ന് MD സെമിനാരി സ്കൂള്. ഈ സ്കൂളിന്റെ പല മാസങ്ങളായിട്ട് അധ്യാപകർക്ക് ശമ്പളമില്ല, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. അങ്ങനെയാണ് കേട്ടാൻ ഞെട്ടിപ്പോകുന്ന ഈ വലിയ തുക അന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരന് ഈ സായിപ്പ് ഓഫർ ചെയ്യും. വട്ടച്ചേരന്മാർ കേട്ടപ്പോൾ തന്നെ പറഞ്ഞത് ഇത് വട്ടിപ്പടത്തേക്കാളും കൂടുതൽ വരുമല്ലോ എന്നാണ്. ഇതിന്റെ പേരിലാണ് മലങ്കര സഭയിൽ അടിയും വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. വട്ടിപ്പണത്തിന് വേണ്ടി അതിന്റെ ഒറ്റ മാസം കൊണ്ട് അതിനേക്കാൾ കൂടുതലൊക്കെ കൈ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു വശത്ത് ഒരു വലിയ സമ്മർദ്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടച്ചേരന്മാർ ദീവനാശ്വസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്റെ വലം കൈയായിരുന്ന ഈ ചെറുപ്പക്കാരൻ അച്ഛനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഹൃദയഭേദകമാണ്. കാരണം ഈ കേസ് നടത്തിപ്പിലും മറ്റും തലച്ചോറായിട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലം കൈ മുറിഞ്ഞു പോകുന്ന പോലെയാണ്. എങ്കിലും സഭയ്ക്ക് ഒരു വലിയ നന്മയുണ്ടാകും എന്ന് കണ്ടപ്പോൾ വട്ടച്ചേരന്മാർ ദീവനാശ്വസ് പിതാവ് അതിന് അനുവദിക്കുകയും അങ്ങനെ നമ്മുടെ പിതാവ് വൈദികനായിരിക്കുന്ന അവസരത്തിൽ സറാംപൂരിലേക്ക് പോവുകയും ചെയ്യാം. അവിടെ ചെന്ന് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പോൾ ഞാൻ സറാംപൂർ കോളേജിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ മാറിവാനെ തിരുമേനെ നേരിട്ട് കണ്ട സുനിൽ ചൗധരി എന്ന് പറയുന്ന ഒരു ബംഗാളി വന്യവയോധികനുമായിട്ട് ബന്ധപ്പെടാനിടയായി. അയാളുടെ പിതാവ് അവിടുത്തെ ലൈബ്രറിയായിരുന്നായിരുന്നു. അപ്പൊ പിതാവിനെ സഹായിക്കാൻ വേണ്ടി ഈ സുനിൽ ചൗധരി അവിടെ എത്തുമായിരുന്നു. ഈ ചൗധരി എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഈ പറയുന്ന മാറിമാരി സുധാവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് വലിയ ബഹുമാനമാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ ചെന്നാണ് അറിഞ്ഞപ്പോൾ ലൈബ്രറിയിലെ എല്ലാ സെഷൻ അദ്ദേഹം ഇപ്പോൾ ലൈബ്രറിയാണ്. അദ്ദേഹം കഴിഞ്ഞിടയ്ക്കാണ് അതിന് റിട്ടയറായത്. വളരെ എമരിറ്റസ് ആയിട്ട് ജോലി ചെയ്യുക. എല്ലാ വാർഡുകളും അദ്ദേഹം തുറന്നു വന്നതാണ്.
ഈ പുസ്തകം മുഴുവൻ കണ്ടെടുക്കാൻ എന്നെ സഹായിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ ആ പുസ്തകങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ക്രമീകരിച്ചിരിക്കുന്ന രേഖകളനുസരിച്ച് ചെന്ന ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രധാനിയായി എന്നുള്ളതാണ്. കാരണം ലോർഡ് കൾസൺ അന്ന് അവിടേക്ക് ഒരു വിസിറ്റ് വരുന്നുണ്ട്. അദ്ദേഹം അന്ന് ഇന്ത്യയുടെ വൈസ്രോയിയാണ്. നമുക്കറിയാം, അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആയിരുന്നില്ല, കൽക്കട്ട ആയിരുന്നു. കൽക്കട്ടയിൽ നിന്ന് പിന്നീടാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതിന് കാരണമുണ്ട്. കാരണം വലിയ ദേശസ്നേഹികളും അഭിമാനികളും ഒക്കെയായിരുന്നു. അല്ലെങ്കിൽ ശിവരാം സിംഗ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ജെ.സി. ബോസ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ദേശീയവാദികളും വളരെ തീവ്രവാദികളും എല്ലാം അവർക്കെല്ലാം ജന്മം കൊടുത്ത നാടാണ് ബംഗാൾ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഹിന്ദിക്ക് വളരെ സാധനം കിട്ടിയത്. അതുകൊണ്ട് അവരെ വളരെ വിദഗ്ധമായിട്ട് അവിടുന്ന് മാറ്റിക്കണം. അപ്പൊ അന്ന് ഈ പറയുന്ന വൈസ്രോയുടെ ആസ്ഥാനം അവിടെയാണ്. അദ്ദേഹം സെറാംപൂരിലെ കൽക്കട്ട സെറാംപൂർ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുന്നതിനെത്തിയപ്പോൾ പ്രമുഖ പ്രഭാഷണം നടത്തിയതായിട്ട് കാണുന്നത് നമ്മുടെ മാറിമാനസ് പിതാവാണ്. പക്ഷെ ആ പിതാവ് അന്ന് ആ പ്രസംഗത്തിൽ പോലും സംഭവം ഇന്ത്യയുടെ വൈസ്രോയെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആരാണ്, മലങ്കരക്കാരൻ ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എന്തിനാണ് ഉത്തരേന്ത്യയിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുന്നു. അദ്ദേഹം പറയുന്നത് തന്നെ ഞങ്ങളുടെ സഭയുടെ വാതിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുക, ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു വലിയ തുറവി ഞങ്ങളുടെ സഭയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെ സ്വന്തം സമുദായത്തിന്റെ കാര്യങ്ങൾ പറയുന്നതിന് പോലും ആ വലിയ വേദിയെ മാറിമാനസ് അന്ന് തന്നെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടെ അദ്ദേഹം പറഞ്ഞത് സഭയ്ക്ക് പുറത്തേക്ക് അദ്ദേഹം മാറി നിന്നപ്പോഴാണ് ഞങ്ങളുടെ സഭയെ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം അതിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പള്ളിക്ക് അകത്തിരിക്കുകയാണെങ്കിൽ, പുതുതായിട്ട് നമ്മുടെ പള്ളിയാണ്, അതിനകത്തിരിക്കുമ്പോൾ ഈ പള്ളിയുടെ സ്ട്രക്ചർ എനിക്ക് മനസ്സിലാവും. ഈ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ ഒരു മുറിക്കുള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആ കെട്ടിടത്തെ മനസ്സിലാക്കാൻ പോയി അതിന്റെ ഷേപ്പ് എന്താണ്, അതിന്റെ ഫോം എന്താണ്, അതിന്റെ വലിപ്പം, മനോഹാരിത, പണിയിലെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കെട്ടിടത്തിന്റെ പുറത്തിറങ്ങി നിന്നിട്ട് അവിടേക്ക് നോക്കേണ്ടതായിട്ട് വരും. മാറിമാനസിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടു കൊടുത്ത സെറാംപൂർ ഉദ്യോഗം എന്ന് പറയുന്നത് ഒരു വലിയ ദൈവം നടത്തിപ്പാണ്. അവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം സഭയെ മനസ്സിലാക്കാൻ സാധിച്ചു. മാറിമാനസ് തിരുമേനി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അത് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അത് ആരംഭിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ മാർത്തോമാ സ്ഥാപിക്കപ്പെട്ടവരും മതത്തോടെയും ജാതകവും സത്യവിശ്വാസത്തെ ഉപദേശിക്കുന്നതെന്നും നാം അഭിമാനിച്ചു വരുന്ന മലങ്കര സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതകളെ കാണുവാനും മണക്കുവാനും ആ അനുഭവങ്ങൾ നമുക്ക് ഇടയാക്കി തീർന്നു. അത് ദൈവാനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ച ഒരു സോപാനമായിട്ടത്രേ നാം ഇന്ന് പരിഗണിച്ചിട്ടുള്ളത്. ബെത്നിയാശ്രമ സ്ഥാപനത്തിന്റെ ആമുഖം എന്ന് പറയപ്പെടാവുന്ന അനുഭവങ്ങൾ ചിലരെ ഇവർ ക്രോഡീകരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഭയുടെ ദുർഗതി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ദൈവത്താൽ അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട ഒരു അവസരമായിട്ടാണ് അദ്ദേഹം സെറാംപൂരിലേക്ക് പോയ അവസ്ഥയെ അദ്ദേഹം കണ്ടത്. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, വിദേശത്ത് നിന്നും മിഷനറിമാർ ഇന്ത്യയിലെത്തി ഇവിടെ മിഷൻ പ്രവർത്തനം നടത്തുന്നു. എന്നാൽ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായി AD 52 ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ സുവിശേഷം എത്തിയെങ്കിലും അത് പകർന്നു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇതൊരു വലിയ ദർശനമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. നമ്മുടെ സഭാബോധം ദർശനം അതാണ്. സഭ അടിസ്ഥാനപരമായിട്ട് മിഷണറിയാണ്. കാരണം സഭയെ സ്ഥാപിച്ചുകൊണ്ട് സ്ത്രീഹന്മാരോട് അന്ന് കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ 4 ഭാഗങ്ങളിലും പോയി എന്റെ നാമത്തില് ഞാൻ എത്താനുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ സഭ അടിസ്ഥാനപരമായിട്ടും മിഷണറിയാണ്. യേശുവിന്റെ സുവിശേഷത്തെ മറ്റുള്ള സഹജീവികൾക്ക് പങ്കുവെക്കേണ്ടതാണ്. മിഷണറി അല്ലാത്ത ഒരു സഭ ചത്തുപോയ സഭയാണ്. അത് പറകൊണ്ട് മൂടപ്പെട്ട ഒരു വിളക്കാണ്. അത് മരങ്ങളോട് പ്രകാശിപ്പിച്ച് എല്ലാവർക്കും പ്രകാശനം കൊടുക്കേണ്ടതാണ്. എങ്കിൽ മിഷണറികളിൽ നിന്ന് നശിച്ചുപോയ സഭ പറകൊണ്ട് മൂടപ്പെട്ട വിളക്കാണെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ദുർഗതിയിലാണ് സ്വന്തം സഭയെന്ന് മാറിമാനസ് തിരുമേനി തിരിച്ചറിയുക. കേരളത്തിൽ മാർത്തോമാ ശ്ലീഹ AD 52 ഈ സുവിശേഷ ജീവൻ കൊണ്ടുവന്നെങ്കിൽ അതിനെ എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വലിപ്പപ്പെടുത്തുന്നതിന് പങ്കുവെക്കുന്നതിന് സാധിച്ചില്ല എന്നുള്ള ദുർഗതി തിരിച്ചറിയുക. അപ്പൊ അദ്ദേഹം പറയുക, ഇതെനിക്കൊരു വലിയ ഉൾക്കാഴ്ച തരിക.
യൂറോപ്പിൽ നിന്ന് മിഷനുമാർ ഇന്ത്യയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു മൂലയ്ക്ക് വട്ടപ്പണക്കത്തിൽ നിന്ന് അടിപൊളി കൂടിക്കൊണ്ട് കാലം മുഴുവൻ കോടതി വരാന്തയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കാനുണ്ട്. സ്വത്ത് തർക്കവും കേസും കോടതിയുമായി നടക്കുന്ന സ്വന്തം സഭയുടെ ദുർഗതി അദ്ദേഹത്തെ അന്ന് വളരെയധികം വേദനിപ്പിച്ചു. അദ്ദേഹം അന്ന് ആദ്യം ചിന്തിച്ചത്, തന്റെ ജ്ഞാനവും പ്രാർത്ഥനയും വേണ്ടത് ആദ്യം ചിന്തിച്ചത്, നമ്മുടെ മനുഷ്യർക്ക് വേഗം പോകണം. വൈദികർക്കും മെത്രാന്മാർക്കും ആൾക്കാർക്കും വിദ്യാഭ്യാസം കുറവാണ്. തലയ്ക്കകത്ത് ആൾത്താമസം ഉണ്ടായാൽ, വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗതി ഒന്ന് മാറും എന്ന് അദ്ദേഹം ചിന്തിക്കാം. അദ്ദേഹം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് ഇത്രയും തുക കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏതാനും മാസത്തെ ശമ്പളം കൊണ്ട് തന്നെ MD സെമിനാരിക്കുള്ള കടം നേടി അധ്യാപകരുടെ ശമ്പളം വില കൊടുത്തു. പിന്നീട് ഈ പൈസ മുഴുവൻ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത്, കഴിവുള്ളവരെ നോക്കി തിരഞ്ഞെടുത്ത് സെറാമ്പൂരിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയാണ്. അങ്ങനെ സെറാമ്പൂരിൽ മാത്രം ഞാൻ അവിടുത്തെ രജിസ്റ്റർ നോക്കിയപ്പോൾ ഒരു കാലത്ത് 50ഓളം ചെറുപ്പക്കാർ അവിടെ മാത്രം പഠിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ സെറാമ്പൂരിൽ മാത്രമല്ല, അലഹബാദ്, ജാദവപൂർ, കൽക്കട്ട, മദ്രാസ് എന്നീ 4 യൂണിവേഴ്സിറ്റികളിൽ കൂടി അദ്ദേഹം സ്കോളർഷിപ്പ് കൊടുത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. സെറാമ്പൂരിൽ മാത്രം അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇത്രയും ചെറുപ്പക്കാര് പഠിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു വരുന്ന 13 മൽപ്പാന്മാരും 6 പിതാക്കന്മാരും മെത്രാന്മാരും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി നമ്മുടെ പുത്തൻകാവ് അവിടെ നിന്നിട്ടുള്ള ഇലക്ട്രസ്ലാവ്, ദീപാദാസ സന്യാസമൂഹത്തിന്റെ സ്ഥാപകനായ ദേവദോഷസ്ലാവ്, നമ്മുടെ തന്നെ ദേവകുലസ്ലാവ്, ഈ പറഞ്ഞ മരം തികഞ്ഞ മെത്രാന്മാരെല്ലാം ഇക്കാലത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നെടുംതൂണുകളായി വിശേഷിപ്പിക്കപ്പെട്ട പിതാക്കന്മാരെല്ലാം 4 തിരുമേനി കൊണ്ടുപോയി പഠിപ്പിച്ചവരാണ് എന്നുള്ളത് നമ്മൾ അറിയാം. ഒരു നമ്മുടെ സഹോദര സഭയ്ക്ക് ഏറ്റവും കടപ്പാടുണ്ടാകേണ്ടതോടെ തന്നെയാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ ധാരാളം പേരെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ ഈ വന്ന ഞാൻ പറഞ്ഞ വൈസ്രോയി നമ്മുടെ മലങ്കരക്കാര് കുഞ്ഞുങ്ങളെ പഠിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിലെ ഒരു മുറി ചാപ്പലായിട്ട് വേണ്ടിയിട്ടുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചാപ്പലിനൊക്കെ വലിയ കമന്റ് എഴുതിയവർക്ക് ഗസ്റ്റ് ബുക്ക് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി ആരും ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടസ്റ്റന്റ് പശ്ചാത്തലം ചോദിക്കുമ്പോൾ ഇവരുടെ അപസ്തോലിക പാരമ്പര്യങ്ങളോ സഭാസ്നേഹമോ പാരമ്പര്യങ്ങളുള്ള അവരുടെ ബഹുമാനമോ കുറഞ്ഞു പോകാതിരിക്കണം, കളർപ്പില്ലാതാവണമെന്ന് കരുതി ആ ശിക്ഷണം കൊടുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിദ്യാഭ്യാസം കൊടുത്തത് തന്നെ ഏഷ്യയിൽ നിന്നുള്ള സെറാമ്പൂർ കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലായിട്ട് വരുന്ന CA മാത്യു എന്ന് പറയുന്ന അദ്ദേഹം ഈ 50 പേരിൽ ഒരാളാണ്. അങ്ങനെ അവർ എണ്ണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ സന്യാസശാസ്ത്ര ചിന്തകളൊക്കെ വരുന്നതിന് ആ കാലഘട്ടത്തിലാണ് സെറാമ്പൂരിൽ നിന്നും ഈ ഹോസ്റ്റലിൽ നിന്നും പുറത്ത് ഗംഗയുടെ തീരത്ത് ഒരു ചെറിയ കെട്ടിടം വിലയ്ക്ക് വാങ്ങി അവിടെ പരീക്ഷണ അടിസ്ഥാനത്തിൽ സന്യാസം നടന്നു കാണുന്നുണ്ട്. ആ കെട്ടിടം ഇപ്പോഴും അവിടെ ഉണ്ട്. ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഭവനമായിട്ട് ഞാൻ കുറച്ചാൾ മുമ്പ് കഴിഞ്ഞ വർഷം വീണ്ടും അവിടെ പോയിരുന്നു. അവിടെ ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഭവനമായിട്ട് അത് മാറ്റിയിരിക്കുകയാണ് ഗവൺമെന്റ്. പിന്നീട് വേറെ ചരിത്രമാണ്. അദ്ദേഹം ചിന്തിച്ചത് വിദ്യാഭ്യാസം കൊടുക്കുന്നതുകൊണ്ട് സഭ നന്നാകും എന്നാണ്. അങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയവരെ പല ഭാഷയിൽ വരുന്നുണ്ട്. പെൺകുട്ടികളെയും അത് കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. അന്ന് ഈ ബംഗ്ലാദേശില്ല, ബംഗാളിന്റെ പേരിൽ വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഒന്നിച്ച് കിടക്കുകയാണ്. ഓക്സ്ഫോർഡ് മിഷൻ സ്റ്റേഷൻ മുതൽ